നമ്മുടെ കുമാരന്റെ മകൻ. ആ നല്ല നാളിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ചിന്ത. ആർത്തുവിളികളും അട്ടഹാസങ്ങളുമല്ലേ കേൾക്കുന്നത്. പ്രഭു, കുമാരൻ എത്തിക്കഴിഞ്ഞു. തിരുമുഖം കാണാൻ അനുവാദത്തിനായി കാത്തു നിൽക്കുന്നു. കുമാരന്റെ ദർശനത്തിനായി എന്റെ കുഞ്ഞമ്മ എത്തിയല്ലോ. സന്തോഷമായി. യാത്രയൊക്കെ സന്തോഷമായിരുന്നു. ഏതായാലും കുമാരന്റെ മുഖം വളരെ പ്രസന്നമായിരിക്കുന്നു. ഏൽപ്പിച്ചിരുന്ന കാര്യവും സന്തോഷപ്രദമായിരിക്കും. ആ കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനാണമ്മേ. സ്വർഗത്തു നിന്നും ഇറങ്ങി വന്ന സുന്ദര ജലസെന്ന പോലെ സുഹൃതം തൂറിയ പെൺകൊടിയ സ്വച്ഛതമെന്നും നൃത്തമാടി നൃത്തമാടി ഓഹോ, അങ്ങനെ നാം സംതൃപ്തനായി രാജകുമാര. പ്രഭു, ഇനിയും മംഗലനാൾ നിശ്ചയിച്ചാൽ വരട്ടെ. അല്പം കൂടി പറയുവാൻ എന്നെ അനുവദിച്ചാലും. ശരി, പറയൂ. കാട്ടിലാമരച്ചൂട്ടി മയങ്ങുമ്പോ കൺമണിയന്റെ വന്നു. കാട്ടിലാമരച്ചൂട്ടി മയങ്ങുമ്പോ കൺമണിയന്റെ വന്നു. കൺകുളിർത്തെ ഒന്നു കാണുവാനാകാതെ കാമിനി പോയി മറഞ്ഞിരുന്നു. കാമിനി പോയി മറഞ്ഞിരുന്നു. എന്ത് കിനാവിൽ കണ്ടെന്നോ? എന്ത് അസംബന്ധമാണ് കുമാരായി പറയുന്നത്? നാടും വീടും അറിയാതെ, ഊരും പേരും അറിയാതെ, നേരിൽ കാണുക പോലും ചെയ്യാതെ നാം ഈ പെൺമണിയെ എങ്ങനെ കണ്ടുപിടിക്കും? ആ സ്വപ്നമാണ് മാത്രമാണ് എന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്. ആ സൗന്ദര്യ ധാമത്തെ ഞാൻ എന്റെ ഭാവവധുവായി സ്വീകരിക്കുകയുള്ളൂ. അച്ഛൻ അനുഭവിച്ചു. നമുക്കിനിയും പരീക്ഷണമോ? അർത്ഥമില്ലാത്ത സ്വപ്നത്തിന്റെ പേരിൽ അതുവിധം പറഞ്ഞ് നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണോ കുമാര? കുമാര, എന്തൊക്കെയാണിത്? പ്രഭു, അങ്ങ് സ്വസ്ഥമായി ചിന്തിക്കും. നമ്മുടെ കുമാരന്റെ ആഗ്രഹം നമ്മുടെയും ആഗ്രഹമല്ലേ? ദീർഘനാളത്തെ യാത്രയും ക്ഷീണവും കാരണം കുമാരന്റെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നുപോയി. വരൂ കുമാര, അല്പം വിശ്രമിക്കാം. വരൂ. അതെ, കുമാരന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് കർത്തവ്യബോധമുള്ള ഒരു പിതാവിന്റെ, അതും ഒരു ചക്രവർത്തിയുടെ ധർമ്മമാണ്. അങ്ങ് എടുക്കുന്ന ഏത് തീരുമാനവും നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ് പ്രഭു. ഇന്നേക്ക് 10-ാം ദിവസം നാം കൊട്ടാരത്തിൽ ഒരു വിരുന്നൊരുക്കും. നാടിന്റെ നാനാഭാഗത്തു നിന്നും അവിവാഹിതകളായ ധർമ്മീമണികൾ എത്തട്ടെ. അവരിൽ നിന്ന് ഒരാളെ, ആ കന്യക കുമാരന്റെ മനസ്സിനെ അധീനപ്പെടുത്തിയവളാണെങ്കിൽ രാജകുമാരനോടൊപ്പമവൻ രാജകീയ നൃത്തം ചെയ്തിടട്ടെ. പ്രഭു, അങ്ങയുടെ ബുദ്ധിശക്തി
എത്ര വലുതാണ്. അങ്ങയുടെ ആഗ്രഹ സാധ്യത്തിനായി ഞങ്ങൾ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുന്നതാണ്. ശരി, നമ്മുടെ തീരുമാനം നാട് മുഴുവൻ അറിയിക്കാൻ വേണ്ട ഏർപ്പാടുകൾ നടക്കട്ടെ. എല്ലാം അങ്ങയുടെ കൽപ്പന പോലെ. ആ, ഇന്നത്തെ സഭ പിരിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് പോകാം.